ഹലോ ഇല്ല മാറുന്നില്ല. ആളെ മനസ്സിലായോ? ഞാനാണ് വീഡിയോ എടുത്തത്. കണ്ടല്ല ഇല്ല കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നത്? ഞാൻ കണ്ടില്ല, ഞാൻ ലാസ്റ്റാണ് കാണുന്നത്. എല്ലാരും അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് എടുക്കുന്നത്. എല്ലാരും അങ്ങോട്ട് നോക്കുന്നു, അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ശ്രദ്ധിക്കും, കാരണം എനിക്ക് കുറച്ച് അവിടെ ആരും ഫോട്ടോ വെച്ചാണെന്നല്ല ആവുന്നില്ല. ഞാൻ വിചാരിച്ചു നമ്മളെ കറക്റ്റാരോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അതിന്റെ മുമ്പേ എടുക്കുന്നു. അപ്പൊ ഒരു വണ്ടി എന്റെ ബാക്കിൽ നിന്ന് വന്നപ്പോ ഞാനാകെ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ വീഡിയോ എല്ലാം ഇടുന്ന ആളായോണ്ട് ഞാൻ ഒരു സ്റ്റോറി എങ്കിലും വെക്കാന്നുള്ള നിലക്ക് എന്ത് ചെയ്താണ് ഒരു വീഡിയോ എടുക്കാണ്. അപ്പാണ് നിങ്ങൾ വന്നിട്ട് കത്തിച്ചത് വീഡിയോ മൊത്തം. അതെ, ഞാനും അത്ര എനിക്കിതൊന്നും അറിയുന്നില്ല. ഞാന് സാധാരണ ഞാൻ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ട്. ഞാൻ പരാതി കൊടുത്തതാണ്. പരാതിയിൽ അവർക്ക് നിയമപരമായിട്ട് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഫൈൻ അടിക്കുക, 2 അവരെ ക്ലാസ്സിൽ പറഞ്ഞയക്കുക. അല്ല, നമ്മൾ അയാൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തല്ല, ഒരു ബോധവൽക്കരണം പോലെ ചെയ്താണ് അല്ലേ? അതെ, എന്റെ അയൽക്കൂട്ടത്തിൽ വന്ന് നമുക്ക് അവർക്ക് കൂടി ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ തമ്മിൽ കാണിച്ചിട്ടാ ചിലത് പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ അവരുണ്ട്, ഞാൻ ഇങ്ങനെ കഴിയോ ഞാനിത് എന്തായി. അപ്പൊ ചിലത് പറഞ്ഞ എന്താ ഞാൻ ഇങ്ങനെ കാണിച്ചു, അപ്പൊ നമ്മൾ ഒത്തു കളിച്ചതാണെന്നാണ് അവര് പറഞ്ഞത്. വൈറൽ അമ്മയെ കാണാൻ ഒരുപാടധികം ആളുകൾ എത്തിച്ചേരുകയാണ്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്ളോഗർ. ഒരുപക്ഷെ ഈ വീഡിയോ വൈറലാകാൻ കാരണക്കാരനായ അഫ്ലു സ്റ്റോറീസ് ഇപ്പോൾ അവരുടെ വീട്ടിലെത്തി. അതിന്റെ സന്തോഷ സൂചകമായ ഒരു കേക്ക് അമ്മ ഇങ്ങനെ അമ്മയുടെ ആ ചിത്രം അതൊരു സ്റ്റില്ലാക്കിയിട്ടുള്ള അതിന്റെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു കേക്ക് മുറിച്ചുകൊണ്ട് അവർ ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ഈ വീടിനോട് വളരെ ചേർന്ന് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ തന്നെയാണ് ആ സംഭവം നടക്കുന്നത്. നമുക്കറിയാം അതിനൊരു സാമൂഹിക പശ്ചാത്തലം കൂടിയുണ്ട്. അതൊരു ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് വളരെ വലുതാണ്. ഒരമ്മ വളരെ വളരെ താല്പര്യത്തോടു കൂടി ആ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം ആ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ നമുക്ക് ആദ്യം അമ്മയുടെ ഒരുപാട് നമ്മൾ സംസാരിച്ചു. വ്ളോഗറിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് വ്ളോഗ്സ് ഇട്ടതായിട്ട് കണ്ടു. ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഞാനങ്ങനെ ഒരു വ്ളോഗ് ഇടാൻ വേണ്ടിട്ട് വന്നല്ല. ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനെ ഒരു സാഹചര്യം, പിന്നെ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായപ്പോ ബാക്കിൽ ഒരു വണ്ടി വന്നിട്ട് ഒരു ബൈക്ക് വന്നിട്ട് നമ്മളെ ഇടിക്കാൻ പോകുന്ന രീതിയിൽ നമ്മൾ ഞെട്ടിപ്പോയി. അങ്ങനെ പേടിച്ചു പോലോ, നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി ബാക്കിൽ നിന്ന്. അപ്പൊ ഞാനിങ്ങനെ അതെടുത്തിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഒരു സ്റ്റോറി പോലെ ഇടാന്നുള്ള രീതിയിൽ പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് എന്ത് ചെയ്ത് അതിനെ കത്തിച്ച് ഇപ്പൊ കേരളം മൊത്തം വൈറലാക്കിയത്. ആ ഫ്രെയിമിലേക്ക് വന്ന് കയറിയായിരുന്നു. പിന്നെ ഞാൻ ഇവരിലേക്കാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്യണം എന്നുള്ളത് പോലും ഞാൻ ചിന്തിച്ചില്ല. ആ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിണ്ടാവും ഇവര് ആ കാലിലൊക്കെ വെച്ചിട്ട് തടുക്കുന്നൊക്കെ. അതൊക്കെ ഒരു അസാധ്യമായ കാര്യമാണ്. ഞാൻ പോലും ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ പോലും ചിലപ്പം ചെയ്യില്ല അല്ലെ. നമ്മള് മാറിക്കൊടുത്തിട്ട് ആ സ്ഥാനത്താണ് പുള്ളി ഒറ്റക്ക് പോയിട്ട് തടുത്ത് നിർത്തി. ഇപ്പോ 30 മില്യന്റെ അടുത്ത് ആവാൻ പോകുന്നു. പിന്നെ ഒരുപാട് 50 മില്യന്റെ അടുത്ത് 24 മണിക്കൂർ ഏകദേശം ആയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് ആദ്യമായിട്ടാണ് അനുഭവം. ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പല മീഡിയ വിളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യം തന്നെ എന്നെ വിളിച്ചത് പിന്നെ കേരള പോലീസിന്റെ ഡിജിറ്റൽ ടീമായിട്ട് വിളിച്ച്, പിന്നെ ഒരു വേറെ ഏതൊക്കെ ബ്ലോഗേഴ്സ്, മോട്ടോർ വാഹന വകുപ്പൊക്കെ അന്വേഷിച്ചു, താങ്കളെ വിളിച്ചു, ബന്ധപ്പെട്ടു അല്ലെ, അമ്മേന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അല്ല, മോട്ടോർ വാഹന വകുപ്പല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഈ സംഭവം നടന്ന് നിങ്ങൾ ആ ദൃശ്യങ്ങൾ എടുത്ത് അമ്മ ഇങ്ങനെ കടന്നുപോയല്ലോ, അപ്പൊ കാണാനൊന്നും ശ്രമിച്ചിട്ടില്ല? നിങ്ങൾ അപ്പൊ കണ്ടില്ല? ആ സമയത്ത് ഞാൻ ഇവിടെ വേറെ ആവശ്യത്തിന് വന്നായിരുന്നു. അപ്പൊ എന്റെ കൂടെ വന്ന ആള് അവിടെ ഓഫീസിൽ എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് അമ്മ അങ്ങോട്ട് പാസ്സായി പോയി. പിന്നെ ഞാൻ കണ്ടില്ല. അമ്മയെ വൈറലാക്കിയ ആളാണ്. പറഞ്ഞു വീഡിയോയിൽ കണ്ടിരുന്നു. 24 തന്നെ അതിന്റെ വീഡിയോ ഇട്ടിരുന്നു രാത്രി. അവർ ഞങ്ങൾ സംസാരിച്ചു. അതാണ് ഞങ്ങൾ ആകെ കാണുന്നത്. പക്ഷെ ആരോ പറഞ്ഞു ഞങ്ങളിത് ബോധപൂർവം ചെയ്താണെന്ന്. കണ്ടിട്ടില്ല. ഞാനതിങ്ങനെ അയ്യോ ഇവരിത് എടുത്തല്ലോ എന്നിങ്ങനെ കൈവച്ചപ്പോ അതിന് പകരം അത് തമ്പാക്കി ഇങ്ങനെ വിഷ് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പുറത്തോടെ വിഷ് ചെയ്യുന്നുണ്ട്, കാരണം അതിലെ പോകുന്ന ആളുകൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുക, അത് ഈ കൈ കൊണ്ടാണ്. അങ്ങനെയാണല്ലോ. അല്ല, അന്നേരം എന്നോട് എന്തോ പറഞ്ഞു, എന്ത് ഏതോ ഒരു ഇന്ത്യൻ എക്സ്പ്രസോ ഏതോ ഒരു പത്രം എടുത്തു, ഹിന്ദു എടുത്തു ഹിന്ദു എടുത്തു പറഞ്ഞു. അല്ല, ഇന്റർവ്യൂ അല്ല, ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കൊടുത്തത് അവര്, ഈ ലൈനാണ് അവർ കൊടുത്തത്. അത് ഇവിടെ അത്രയും പ്രശ്നങ്ങളാണ്. അതായത് പ്രഭാവതി അമ്മയിൽ പ്രതികരിക്കുന്നത് അവര് പലതവണ ഈ വിഷയം ഉന്നയിച്ചതാണ്. അതായത് അവരുടെ നേരെ മുന്നിലാണ്, അവർക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ പലതവണ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അവരെ പെട്ടെന്ന് അത് കണ്ടതും സ്പോണ്ടേനിയസ് ആയിട്ട് ഇടപെട്ടതും. ഇതിന്റെ മുന്നിൽ ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്.
വീഡിയോ വന്നപ്പോഴാണ് ക്ലിക്ക് ആയത്. അതെ വീട്ടിട്ട് അതുകൊണ്ടാ പറഞ്ഞത് അവനാണ് അതിന്റെ ഒരു നിമിത്തമായി. ഇന്നിപ്പോ നമ്മള് അല്പം മുമ്പ് വന്നപ്പോ വീണ്ടും ഒരു വാഹനം തടഞ്ഞു. അപ്പൊ വീണ്ടും അവിടെ ഇങ്ങനെ ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അല്ലേ? അതെ അയാള് കണ്ടല്ലോ എന്താ പറഞ്ഞു? അവിടെ നിൽക്കുന്നതിന്റെ മുന്നിൽ കൂടെ ഇന്നും ഇപ്പോഴും അവന് ആ ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു ആ ബിൽഡിങ്ങിലേക്ക് പോകാൻ നീ എങ്ങനെ ഇതിലെ പോവുക, ഫുട്പാത്തിൽ കൂടെ പോവുക? ഓൻ ഇവിടുത്തെ റോങ് സൈഡിലാണ് എടുക്കുന്നത്. പിള്ളേർക്ക് വണ്ടി കിട്ടിയാൽ പിന്നെ യാതൊരു ബോധവും ഇല്ല. അപ്പൊ ഇന്ന് ആ യാത്രക്കാരനെ തടയുന്നത് കൂടി കണ്ടപ്പോ നമുക്ക് മനസ്സിലായത് ഒരു കാവലായി അമ്മ അവിടെ തന്നെ ഉണ്ടാവും. അമ്മയുടെ നീക്കങ്ങൾക്ക് ഗതാഗത വകുപ്പ് മന്ത്രി പരിപൂർണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇതിനോടകം ആ യാത്രക്കാരനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആളുകൾ ഇനിയെങ്കിലും അല്പം കൂടി അവബോധത്തോടു കൂടി പെരുമാറട്ടെ. അത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതും അല്ലെ? അതൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ആളുകൾക്ക് അല്പം കൂടി സാമൂഹിക ബോധമുള്ളവരായി പ്രതികരിക്കാൻ കഴിയട്ടെ, നീങ്ങാൻ കഴിയട്ടെ. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ് 24 കോഴിക്കോട്.